ചൈനയ്ക്കെതിരായ പുതിയ വ്യാപാര നടപടികൾ പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ 1 മുതൽ എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും 100% അധിക തീരുവ ഏർപ്പെടുത്തുമെന്നും യുഎസ് നിർമ്മിത നിർണായക സോഫ്റ്റ്വെയറുകളിൽ കർശനമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ചൈനയ്ക്കെതിരായ പുതിയ വ്യാപാര നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ നവംബർ 1 മുതൽ എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും 100% അധിക തീരുവ ഏർപ്പെടുത്തുമെന്നും യുഎസ് നിർമ്മിത നിർണായക സോഫ്റ്റ്വെയറുകളിൽ കർശനമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാൻ ഈ നീക്കം കാരണമാകും. അപൂർവ എർത്ത് കയറ്റുമതിയിലും അനുബന്ധ സാങ്കേതിക വിദ്യകളിലുമുള്ള ചൈനയുടെ വിപുലമായ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെയാണ് ഈയൊരു തീരുമാനം. നിലവിലുള്ള താരിഫുകൾക്ക് പുറമെയാണിതെന്നും ട്രംപ് ഊന്നി പറയുന്നുണ്ട്. താരിഫുകൾക്ക് പുറമെ വരുന്ന നവംബർ 1 മുതൽ നിർണായക സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള പദ്ധതികളും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയുടെ ആക്രമണാത്മക വ്യാപാര നിലപാടിനെ നേരിടാനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണിത്. ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമായ സോഫ്റ്റ്വെയർ കയറ്റുമതി നിയന്ത്രിച്ചുകൊണ്ട് യുഎസ് അതിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ചൈനയുടെ നടപടികൾ അമേരിക്കയെ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് ഡൊണാൾഡ് ട്രംപ് എടുത്തു പറഞ്ഞു. 2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വലിയ തോതിലുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ചൈന അയച്ച കത്ത് ശത്രുതാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ചൈന ഉൽപ്പാദിപ്പിക്കുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും ഈ നിയന്ത്രണങ്ങളുടെ പരിധിയിൽ വരും. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ലെന്നും യുഎസ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.